പുത്തൻ പ്രതീക്ഷകളുമായി നമ്മുടെ കുരുന്നുകളൊക്കെ സ്കൂളുകളിലേക്ക് എത്തുന്ന ദിവസമാണ്. ഒപ്പം ഒരു പുതിയ സർക്കാർ, അവരുടെ പുതിയ നയപരിപാടികൾ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ന് ഒരു പുതിയ തുടക്കമാണ്. സ്കൂളുകളിലും സർക്കാരിനുമൊക്കെ ആ തരത്തിൽ തന്നെ ഇനിയുള്ള നയപരിപാടികളുമായി മുന്നോട്ട് പോകാം. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുകയാണ്. കുട്ടികളെ വരവേൽക്കാനുള്ള വിപുലമായ ഒരുക്കങ്ങൾ സ്കൂളുകളിലെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പ്രവേശനോത്സവത്തിൻ്റെ നടപടിക്രമങ്ങൾ പലയിടങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് ഗേൾസ് HSSലാണ്. മുഖ്യമന്ത്രി VD സതീശനാണ് നിർവഹിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. വിദ്യാഭ്യാസ മന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വിപുലമായ ആഘോഷപരമായ ഉദ്ഘാടന ചടങ്ങുകൾ, പ്രവേശനോത്സവം ആണ് നടക്കുന്നത്. മുഖ്യമന്ത്രി സർക്കാരിൻ്റെ നയപരിപാടികളും വിദ്യാഭ്യാസ രംഗത്തെ പുതുനീക്കങ്ങളും ഒക്കെ ഒരുപക്ഷെ പ്രഖ്യാപിക്കുന്നതും കൂടി നമുക്ക് കരുതാം. പട്ടം ഗേൾസിൽ ഡാൻ കുര്യൻ ഉണ്ട്. ഡാൻ, അവിടെ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു, പ്രവേശനോത്സവ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സജിത്ത്, മുഖ്യമന്ത്രി VD സതീശൻ, വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ, K മുരളീധരൻ, അതോടൊപ്പം മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, മറ്റ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവേശന ഉത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം വേദിയിൽ അരങ്ങേറുകയാണ്. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികൾ വേദിയിലേക്ക് എത്തുക. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചടങ്ങാണ് ഈ ദൃശ്യാവിഷ്കാരം, അതായത് പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം. അതാണിപ്പോൾ വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണത്തെ ഈ പ്രവേശനോത്സവ പരിപാടികൾ നടക്കുന്നത്. പൊട്ടിച്ചിരിച്ചുകൊണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ടും ഈ ചടങ്ങുകളുടെ ഭാഗമായി നിരവധി കുരുന്നുകൾ ഈ ഇന്നത്തെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നതാണ് പ്രത്യേകത. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ 1ാം ക്ലാസ്സിലേക്ക് ആദ്യമായി എത്തിയ 56 വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി അവരെ ഈ വേദിയിലേക്ക് ആനയിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ഔദ്യോഗികമായി ചടങ്ങുകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം വേദിയിൽ പുരോഗമിക്കുകയാണ്. മനോഹരമായ ദൃശ്യാവിഷ്കാരമാണ് നാം ഇപ്പോൾ കണ്ടത്. ഈ പുതുയുഗ പിറവിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ നവാഗതർക്ക് സ്കൂൾ ബാഗ് കൊടുക്കും. അതോടൊപ്പം മറ്റ് പഠനോപകരണങ്ങൾ സമ്മാനിക്കുന്നു. ഒപ്പം അവരുമായി സംവദിക്കുന്നു. പ്രവേശനോത്സവത്തിന് സംസ്ഥാനതല ഉദ്ഘാടനമാണ് നടക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പട്ടം ഗവൺമെൻറ് HSSലാണ് ഉദ്ഘാടനം നടക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തിക്കഴിഞ്ഞു. അവരുടൻ തന്നെ അവിടേക്ക് എത്തി ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും എല്ലാ സ്കൂളുകളിലെയും കാഴ്ച ഇത് തന്നെയാണ്. ചെറുതും വലുതുമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനം നമുക്കറിയാം എല്ലാവർക്കും മാതൃകയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം. അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം അവരെ കഴിയുന്ന വിധം
മനോഹരമാക്കുന്നുണ്ട്, കൊച്ചുകുട്ടികൾക്ക് സ്വാഗതം അരുളുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദമായ ദൃശ്യങ്ങൾ സ്ക്രീനിലേക്ക് വരാം. സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് വരിക. കോഴിക്കോട്, കണ്ണൂർ, ഒപ്പം കൊച്ചിയിൽ, മലപ്പുറം, അങ്ങനെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം അതിഭംഗിയായി തന്നെ നടക്കുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. കുരുന്നുകൾ സ്കൂളിലേക്ക് എത്തുന്നു, കുട്ടികളുണ്ട്. അങ്ങനെ വിപുലമായ പരിപാടികളും സംവിധാനങ്ങളുമാണ് നടക്കുന്നത്. നമ്മൾ മലപ്പുറത്തേക്ക് നമുക്കൊന്ന് പോയിട്ടുണ്ട്. മലപ്പുറത്ത് പാങ്ങ് സ്കൂള് നമുക്കെല്ലാവർക്കും ഓർമ്മയിലുണ്ട്. ഒരു ഞെട്ടലുണ്ടാക്കിയ സംഭവം കൂടിയാണ്. പാങ്ങ് സ്കൂളിലെ അധ്യാപകർ അവധിക്കാലത്തൊരു യാത്ര പോയതാണ്. പക്ഷേ ഒരു വലിയ ദുരന്തമാണ് അവരെ കാത്തിരുന്നത്. ഒടുവിൽ അധ്യാപകരും ജീവനക്കാരും അടക്കം നിരവധി പേര് മരണപ്പെട്ട ആ സ്കൂളിൽ ഒടുവിൽ ഇപ്പോൾ പാങ്ങ് സ്കൂളിലെ അവിടെ നിന്ന് പ്രവേശനോത്സവം നടക്കുകയാണ്. നമുക്ക് മലപ്പുറം പാങ്ങ് സ്കൂളിലേക്ക് പോവാം. CV അനുമോദ് ഉണ്ട്. അനുമോദ്, സംസ്ഥാനത്ത് എല്ലായിടത്തും പ്രവേശനോത്സവം വലിയ തരത്തിൽ സന്തോഷ കാഴ്ചകളുള്ളപ്പോൾ പാങ്ങിലെ അവസ്ഥ എന്താണ്? എല്ലാവരും ആകാംക്ഷ ഉണ്ടാവും, അവിടുത്തെ സാഹചര്യം എന്താണ്? ആ കുട്ടികളുടെയൊക്കെ വേദന ഒപ്പുന്ന രീതിയിലുള്ള നടപടികളൊക്കെയാണോ? എന്താണ് പ്രവേശനോത്സവത്തെ കാഴ്ചകൾ അവിടെ? സജിത്ത്, ഒരു പുതിയ സ്കൂളിലേക്ക് എന്ന വണ്ണമാണ് കുട്ടികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. സ്കൂളിന്റെ രൂപവും ഭാവവും കെട്ടും മട്ടും എല്ലാം പൂർണ്ണമായും മാറി പഴയ ഓർമ്മകളൊക്കെ മായ്ച്ചു കളയുന്ന തരത്തിലേക്ക് പുതിയ ചിത്രങ്ങൾ വരച്ച് ആ ചുമരുകളും അതേപോലെ തന്നെ കുട്ടികളുടെ മനസ്സും അതിനടുക്കുന്ന രീതിയിലെല്ലാം മാറ്റിമറിച്ചിരിക്കുകയാണ് ഈ ഒരു പാങ്ങ് GLP സ്കൂളിൽ. നമുക്കിവിടെ കാണാൻ കഴിയും, കുട്ടികളൊക്കെ തന്നെ തൊപ്പിയൊക്കെ ഇട്ട് ബലൂണൊക്കെ പിടിച്ച് വളരെ മിടുക്കന്മാരും മിടുക്കികളും സന്തോഷത്തോടെ ആ പാട്ടെല്ലാം കേട്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളോടൊപ്പം ഈ മിടുക്കന്മാർ ചേരുന്നുണ്ട്. മോനെ, എത്രയല്ലേ പഠിക്കണേ? 4-ല്. ഇത്തവണ സ്കൂളിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നിയത്? പുതിയ സ്കൂൾ പോലെ തോന്നിയോ? പുതിയ ചിത്രങ്ങൾ അല്ലേ? ക്ലാസ് റൂമുകളിൽ പുതിയ മാറ്റം. മോനെ എത്രയല്ലേ പഠിക്കണേ? 4-ല്. എന്താണ് സ്കൂളിലേക്ക് വന്നപ്പോൾ തോന്നിയത് ആദ്യം? ഇഷ്ടമായോ ഇപ്പോഴത്തെ മാറ്റങ്ങളൊക്കെ? ചിത്രങ്ങളൊക്കെ കണ്ടോ? എത്രയല്ലേ പഠിക്കണേ? 4-ല്. എന്താ സ്കൂളിൽ വന്ന ഏറ്റവും ഇഷ്ടം തോന്നിയത്? സന്തോഷം. എല്ലാം ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ചിത്രങ്ങളും ഒക്കെ? നന്നായിട്ടുണ്ട് അല്ലേ? 4 കുട്ടികളുണ്ടല്ലോ. മോളെത്രയല്ലേ പഠിക്കണേ? എന്താണ് ഇവിടെ വന്നിട്ട് തോന്നിയതൊക്കെ? എങ്ങനെയുണ്ട് സ്കൂള്? പുതിയ ചിത്രം കണ്ടോ? ക്ലാസ്സിലൊക്കെ പോയോ? കൂട്ടുകാരൊക്കെ കണ്ടോയോ? എന്താ കൂട്ടുകാരൊക്കെ പറയണേ? മിഠായി കിട്ടിയോ? ലഡു മിഠായിയൊക്കെ വരുന്നുണ്ട്. അവിടെ ചെറിയ കുട്ടികളുണ്ട്. മോളെത്രയല്ലേ പഠിക്കണേ? എങ്ങനെയുണ്ട് സ്കൂളിൽ വന്നിട്ട്? ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരെയൊക്കെ കണ്ടോ? എല്ലാരും സ്കൂള് കുട്ടിയപ്പോ കാണാൻ പറ്റിയിരുന്നോ? മോളെത്രയല്ലേ പഠിക്കണേ? 1-ല്. ആഹാ, എങ്ങനെയുണ്ട് സ്കൂളില്? നല്ല രസമുണ്ട് അല്ലേ? പുതിയ ചിത്രങ്ങള്, ബലൂണ്, തൊപ്പി, ഹാപ്പിയാണ്. കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഒരു വലിയ ദുരന്തത്തിന്റെ ഓർമ്മകളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള യാത്ര കൂടിയാണ് ഈ തവണത്തെ പ്രവേശനോത്സവം. ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിൽ വരുന്നല്ലോ അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഒരു മാനസികാവസ്ഥ മാറ്റാനുള്ള നമ്മൾ ഉദ്ദേശിച്ചത്. അതിന് വേണ്ടുന്ന എല്ലാ പദ്ധതികളും നമ്മളോട് ചെയ്തു. ഇന്ന് പല രീതിയിലുള്ള കുട്ടികളെ ആകർഷിച്ച് കുട്ടികൾക്ക് ആ ഒരു പ്രത്യേക ഒരു സന്തോഷം വരുന്ന പല പദ്ധതികളുണ്ട്. ഫുഡ് ഐറ്റംസ്, ബിരിയാണി കൊടുക്കുന്നുണ്ട്, പായസം വെക്കുന്നുണ്ട്, മിഠായി, ലഡുകൾ, അങ്ങനെ തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യം ചെയ്തിക്കാണ്ട് നല്ല ഒരു പ്രോഗ്രാം ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. PTA, നാട്ടുകാരെല്ലാവരും, സന്നദ്ധ സംഘടന എല്ലാവരും ഇതിലുണ്ട്. പഞ്ചായത്തിന് ഭാഗത്ത് എല്ലാ സഹകരണമുണ്ട്, ബ്ലോക്കിൻ്റെ എല്ലാ സഹകരണമുണ്ട്. ഇത്രയും വലിയൊരു മാറ്റത്തിലേക്ക് വരുന്നത് ഞങ്ങൾ ഇതൊന്നും ഇപ്പം ഞങ്ങൾ പ്രതീക്ഷയല്ല. പക്ഷേ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. എന്താ ചെയ്യുക? ദാരുണമായ ഒരു സംഭവത്തിന് ശേഷം ഞങ്ങളൊരു ഉയർച്ചക്കുള്ള ഒരു സാധ്യത കൊടുക്കും.